അതായത് 2015 തുടങ്ങിയ പണപ്പെരുപ്പ കണക്കുകൾ, ആ കണക്ക് സീരീസിന്റെ ഈ 2025 ആയപ്പോഴത്തേക്കും, അതായത് 10 വർഷം ആയപ്പോഴേക്കും അന്ന് 2015 ഏറ്റവും താഴ്ന്ന ഉപഭോക്തൃ വില നിലവാരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പണപ്പെരുപ്പ നിരക്ക് 0.25, അതായത് 0.25% 0.25% ആണ് ഉപഭോക്തൃ വില നിലവാരം. ആ തരത്തിലേക്ക് ഉപഭോക്തൃ വില നിലവാരം താഴാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം GST റീസ്ട്രക്ചറിംഗ് ആണ്. രണ്ടാമത്തെ കാരണം കാർഷിക മേഖലയിലുണ്ടായ വളർച്ചയാണ്. കാർഷിക മേഖലയിലുണ്ടായ വളർച്ച മൂലം ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാകുന്നു. ആ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ തന്നെ തീരുവ, അതായത് നികുതി GST റീസ്ട്രക്ചറിങ്ങിൽ കുറഞ്ഞു എന്നതുകൊണ്ട് വീണ്ടും വില താഴ്ന്നു. അങ്ങനെയാണ് ഇത്രയും താഴ്ന്ന ഒരു വില, അതായത് 2015 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വില നിലവാരത്തില് ഉപഭോക്തൃ വില നിലവാരം എത്തി നിൽക്കുന്നതിന്റെ കാരണം ഈ രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.